ചേട്ടാ, ചേട്ടന് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഇല്ലേ? അങ്ങനെ എന്നാലും ചേട്ടൻ ഭയങ്കരമായിട്ട് സോഷ്യലാണ് എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്. അതാണ് ഇല്ലേ? ആത്മാർത്ഥ സ്നേഹം എന്ന് വെച്ചാല് കുറച്ചുപേരെ കാണും. വളരെ വിരലിലുണ്ടാവുന്ന. പക്ഷെ സലീം ചേട്ടനെ പറ്റി നാട്ടുകാർക്ക് അങ്ങനെയില്ല. ചേട്ടൻ എല്ലായിടത്തും എല്ലാരോടും ഭയങ്കര നല്ലതായിട്ടാണ് സംസാരിക്കാറും പെരുമാറാറുള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളൊക്കെ വിചാരം തരാം ചേട്ടന് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് എന്നുള്ളത് കുറവാ. പക്ഷെ ആത്മാർത്ഥ സുഹൃത്തുക്കളുള്ള പെണ്ണുങ്ങളാണ് കൂടുതൽ. ഒരു കുഴപ്പമില്ല ചേട്ടാ. പക്ഷെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നമുക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞു ചേട്ടനെ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചേട്ടൻ ആരും ഇല്ലായിരുന്നു ഒരവസ്ഥയിലെന്ന് ചേട്ടൻ പറഞ്ഞു. അത് ശരിക്കും നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യില്ലേ ചേട്ടാ? ആ ഒരു ഒറ്റപ്പെടൽ ഭയങ്കരമാണ് ജീവിതത്തിന്റെ ഒരു തുരുത്തിൽ. ഒറ്റപ്പെടാന്ന് വെച്ചാല് അത് ഭയങ്കര. നമ്മളൊരാളെ ഇത് ചെയ്യണ്ടെങ്കിൽ അവൻ ഒറ്റപ്പെടുമ്പോഴാണ് അവന് സത്യമാണ് അറിയുന്നത് അല്ലേ? അതിൽ ചേട്ടന് ഒത്തിരി പേരെ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് പേര് മനസ്സിലായി. കപടമുഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കപടമുഖം എന്ന് പറയാൻ പറ്റൊന്നുമില്ല. അതൊന്നും ഞാൻ പറയില്ല. അങ്ങനത്തെ പേരൊന്നും ഞാൻ പറയില്ല. അവർക്ക് അവരുടേതായ ലൈഫ് സെൽഫിഷ്നെസ് ആണ് ഏറ്റവും കൂടുതൽ. മറ്റൊരാളുടെ ദുഃഖമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതല്ലേ സത്യമായിട്ട്. ഈ ഇതിലൊക്കെ ഓൺലൈനിലൊക്കെ ഈ കമന്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വെച്ചാൽ ഒരാളെയൊക്കെ നശിപ്പിക്കുകയാണ് അനാവശ്യം പറഞ്ഞിട്ട്. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേട്ടന്റെ ഒരു അനുഭവത്തിൽ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഒറ്റപ്പെടൽ ഭീകരമായ ഒരു അനുഭവമാണ്. അപ്പം ശരിക്കും ചേട്ടൻ ആ ഒരു സ്ട്രഗിളിൽ നിന്നും എന്താ പറയാ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ചേട്ടന് മാത്രമല്ല എനിക്കായാലും എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതിൽ ശരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടത്? അതിനെ എങ്ങനെ നമ്മൾ ചേർത്ത് നിർത്തി നമ്മൾ ജീവിതത്തെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഒറ്റക്കാരന് ആദ്യമായിട്ട് തീരുമാനിക്കാം. നമ്മൾ വന്ന ഒറ്റക്കാണ്, പോകുന്നതും ഒറ്റക്കാണ്. അതിനിടയിൽ കൂടിച്ചേരലുകളും വിട്ടുപോരലൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അതിനകത്ത് നമ്മൾ ചിലരെ നമ്മള് ചേർത്ത് പിടിക്കാറുണ്ട്. ഇവര് നമ്മുടെ കൂടെ കാണും എന്നുള്ള ഒരു അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട 1-2 പേരുണ്ടാവും എന്തായാലും. ഭാര്യ, മക്കള് ഇവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ. അവരുണ്ടാവും, എന്തായാലും അവരുണ്ടാവും. അതല്ലാതെ നമുക്കൊരാൾക്ക് പ്രതീക്ഷ നമ്മൾ വെക്കുമല്ലോ, വെക്കരുത് എന്നാണ് അല്ലേ ചേട്ടാ? അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. അവരത് നോക്കി പോകുന്നത് നമ്മളത് പ്രതീക്ഷിക്കരുത്. അവർക്ക് ജീവിതം അല്ലാണ്ട് അതവരുടെ കുറ്റമല്ല. എന്താണ് ചേട്ടനെ ഏറ്റവും കൂടുതൽ നയിച്ചിരിക്കുന്ന ജീവിതത്തിൽ? കോൺഫിഡൻസ് ആണോ, വിൽ പവർ ആണോ, അതോ എല്ലാം ഈസി ഗോ ആയിട്ട് എടുക്കുന്നതാണോ? ശരിക്കും അത്രേ ഉള്ളൂ. എങ്ങനെ ചേട്ടാ ആ ഒരു മനസ്സിലേക്ക് നമ്മള് ആദ്യമേ ചേട്ടൻ അങ്ങനെ അത് പരിചയപ്പെടുത്തെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും. ഞാൻ ആ പരുവപ്പെടുത്തലാണ് ചേട്ടനോട് ചോദിച്ചത്. അതായത് ഇതേപോലെ എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് പതറിപ്പോകുന്ന ആൾക്കാരുണ്ട്, ഈവൻ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരാൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ജിം ക്യാരി. അദ്ദേഹത്തിന് അത് ഏറ്റവും വലിയൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കൊമേഡിയൻ ആണ് ഇല്ലേ ചേട്ടാ? ഇപ്പൊ ചേട്ടനെ ഇപ്പൊ ഒരു സദസ്സിൽ ചെന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ ആ സദസ്സിൽ സലീം കുമാർ ചേട്ടൻ വരുന്നുണ്ട്. നമുക്ക് ഇന്ന് 2 സന്തോഷം ആയിട്ട് വർത്താനം അദ്ദേഹം പറയും, നമുക്ക് കേൾക്കാം, ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വരുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ചേട്ടന് ചില സമയത്തൊക്കെ നമുക്കും ടെൻഷൻസ് കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു വേദിയിലേക്ക് ചെല്ലും. ഇത് മറന്നിട്ട് നമ്മൾ അവരുമായിട്ട് ചേർന്ന് ചേട്ടന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്? അത് പറ്റണം, അല്ലെങ്കിൽ പോകരുത് അവിടെ. അതാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല പ്രശ്നമുണ്ട് വീട്ടില് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ. ഞാൻ വന്നത് ആനയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ എന്തോന്ന് ഇവിടെ ഉദ്ദേശിച്ചത് അത് ചെയ്യാം. അല്ലാതെ ഞാൻ ഡിപ്രഷനാണ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ബാക്കി എല്ലാ ചിന്തകളും ഒഴിവാക്കാം. നമ്മൾ ഇപ്പൊ അറ്റ് പ്രസന്റ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ പോവുക. നമുക്ക് മറ്റേതിനൊക്കെ സമയമുണ്ടല്ലോ ഇനി. അതെ, ഡിപ്രഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ടെന്നേ. ഈ അളവ് കൂടുമ്പോഴാണ് എല്ലാവർക്കും ഭ്രാന്തുണ്ട്. പക്ഷെ അളവ് കൂടുമ്പോഴേ പ്രശ്നം തന്നെ ഉള്ളൂ. കറക്റ്റ്. സത്യം.